ഹലോ എവ്രി വൺ, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചു. സോ നമ്മുടെ ഈ ഗ്രൂപ്പ് ഡി 2026 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ് അല്ലെ. ഷോർട്ട് നോട്ടീസ് കഴിഞ്ഞ മാസം റെയിൽവേ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, അതായത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും എല്ലാം ഈ മാസം, അതായത് ജാനുവരി 21 വരുന്നതായിരിക്കും. അപ്പൊ അറിഞ്ഞിട്ടില്ലാത്തവർ എല്ലാം അറിഞ്ഞുകൊള്ളുക. സോ ജാനുവരി 21 മുതൽ നമുക്ക് ഈ വർഷത്തെ 2026 ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്തു തുടങ്ങാൻ സാധിക്കും. സോ ഇപ്പോൾ കറന്റ് ഗ്രൂപ്പ് ഡി കഴിഞ്ഞ വർഷത്തെ 2024 നോട്ടിഫിക്കേഷൻ വന്ന ഗ്രൂപ്പ് ഡി എക്സാം കറന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ഗ്രൂപ്പ് ഡി വിളിക്കുകയാണ് അല്ലെ. സോ ഇപ്പൊ എക്സാം എഴുതി കഴിഞ്ഞവര് കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാകും അല്ലേ, എക്സാം കുറച്ചും കൂടെ കൊടുക്കാം എന്നുള്ളത്. അപ്പൊ അവർക്ക് പറ്റിയൊരു അവസരമാണ് ഉടനെ തന്നെ, അതായത് ആ ഒരു ചൂട് ആറുന്നതിന് മുൻപ് തന്നെ അടുത്ത പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഗ്രൂപ്പ് ഡി എക്സാം നോട്ടിഫിക്കേഷൻ വരികയാണ്. സോ എല്ലാവരും അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്യാനൊക്കെ റെഡി ആയിട്ടിരിക്കുക. ഈ വരുന്ന 21 തീയതി, അതായത് ജാനുവരി 21 ഗ്രൂപ്പ് ഡിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഔട്ട് ആകും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും ലൈവ് ആകുന്നതായിരിക്കും. സോ ഡേറ്റ് മറക്കണ്ട, ജാനുവരി 21 ഡേറ്റ് വരുന്നതാണ്. ഗ്രൂപ്പ് ഡിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാനൊക്കെ റെഡി ആയിട്ടിരിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഏജ് റിലാക്സേഷൻ ഒക്കെ വേണ്ടവർ, OBC കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർ, നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർ നിങ്ങളുടെ NCL സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ, അതിന് നോട്ടിഫിക്കേഷൻ വരാൻ വരെ നിങ്ങൾ നിൽക്കണ്ട, അത് ഉടനെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, സെൻട്രൽ ഗവൺമെൻറ് എക്സാമാണ്, റെയിൽവേ എക്സാമാണ്. അപ്പോൾ റെയിൽവേ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് പറയുന്നുണ്ട്. ആ ഫോർമാറ്റിൽ തന്നെ വേണം ഈ NCL സർട്ടിഫിക്കറ്റിന്. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നാൽ, നോർമലി നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പേജിൽ ആ ഒരു ഫോർമാറ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ റെയിൽവേയുടെ ഇതിന് മുന്നേ ഉള്ള എക്സാംസിൽ നിന്നും ആ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് വിളിച്ചിട്ടുള്ളത് റെയിൽവേ NTPC അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ, അതിലുണ്ടാകും. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ എടുത്താൽ അതിലുണ്ടാകും. അപ്പോൾ എവിടെ നിന്നാണെങ്കിലും ആ നോൺ ക്രീമി ലെയറിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് അതും വെച്ച് വേണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അക്ഷയയിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ല ഡയറക്റ്റ് വില്ലേജിൽ പോയി അപ്ലൈ ചെയ്യുന്ന. അപ്പോൾ NCL ഇതിന് മുൻപുള്ള എക്സാമിന് അപ്ലൈ ചെയ്യാൻ എടുത്തു വെച്ചവർക്ക് അത് തന്നെ മതിയാകും. അല്ലാത്തവര് ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ട് അത് വരാനായിട്ട്. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള സമയവും കിട്ടും. അപ്പോൾ മറക്കാതെ അത് അപ്ലൈ ചെയ്യുക. ഇനി നമ്മുടെ ഗ്രൂപ്പ് ഡി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് വരും, ജാനുവരി 21 വരുന്നതായിരിക്കും. സോ നിങ്ങൾക്കറിയാം, ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ ലെവൽ 1 പോസ്റ്റ് എന്നറിയപ്പെടുന്ന നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. അപ്പോൾ ഇനി അതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് 18,000 രൂപയാണ്. പക്ഷേ അതൊരു പേനാണ്, ബേസിക് പേ 18,000. പക്ഷേ നമ്മുടെ ഈ ഒരു സാലറി സ്കെയിൽ വരുമ്പോഴത്തേക്ക് അറൗണ്ട് 40+ സാലറി വരും അല്ലേ. അടുത്ത പേ കമ്മീഷനൊക്കെ വന്നിട്ടുണ്ട്. സോ അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഫിഗർ നിങ്ങൾക്ക് കയ്യിലുണ്ടാകും. ആൻഡ് ഇതിന് 22,000-ഓളം വേക്കൻസീസ് കറന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 22,000 വേക്കൻസീസ്, 22,000-ത്തിലധികം വേക്കൻസീസ് കറന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെ അത് എക്സ്റ്റെൻഡും ആകാം അല്ലേ. അപ്പോൾ എന്തായാലും നോക്കി നിൽക്കണ്ട. ഇനി ഏജ് ക്രൈറ്റീരിയ നിങ്ങൾക്ക് അറിയാലോ, 18 മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ OBC-കാർക്ക് ഒരു 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. OBC നോൺ ക്രീമി ലെയർ കാറ്റഗറി ഉള്ളവർ കാര്യങ്ങളെല്ലാം ഫോർവേഡ് ചെയ്യുക. ഒരു ഫോം അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് തന്നെ എടുത്തു വെക്കുക. SC/ST-ക്ക് ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. 18 മുതൽ 33 അവർ പറയുന്ന ഡേറ്റ് 2026 ജാനുവരി 1 നിങ്ങൾ ഈ ഒരു ഏജിനകത്തായിരിക്കും, 18-33 അല്ലെങ്കിൽ റിലാക്സേഷൻ ഉള്ളവർക്ക്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ വരുന്നത് ഓവറോൾ ഡീറ്റെയിൽസ് ആണ്. ഒരുവിധം എല്ലാവരും അറിഞ്ഞു കാണും, എങ്കിലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിന് ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ എവിടെയാണ് ജോലി ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് അറിഞ്ഞിരിക്കണം.
അപ്പോൾ ഈ ഒരു ജോലി സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ റെയിൽവേ ജോലിയാണ്, അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. ആ ഒരു ട്രേഡ് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ സെലക്ട് ചെയ്യുന്ന പോസ്റ്റ് അനുസരിച്ച് വർക്ക്ലോഡ് കൂടുതലും കുറവും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്റ് പ്രിഫറൻസ് വെക്കേണ്ട ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി നോക്കേണ്ടത് നമ്മളിത് അപ്ലൈ ചെയ്ത് എക്സാം ഒക്കെ അറ്റൻഡ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ജോലി കിട്ടുമോ, കേരളത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ. അപ്പൊ നമുക്കറിയാം റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ നിങ്ങൾ നോക്കിയാൽ അറിയാം സോൺസ് ഇതിൽ അത്ര ക്ലിയർ അല്ല സോൺസ്. അപ്പോൾ നമ്മുടെ സോൺസ് നോക്കിക്കേ, ഗ്രൂപ്പ് ഡിയുടെ സോൺസ് കൊടുത്തിട്ടുണ്ട്. ഈ സോൺസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അതിനനുസരിച്ച് അതിനകത്താണ് വിളിക്കുന്നത്. ഈ സോൺ വൈസ് ആണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, സോൺ വൈസ് ആണ് പോസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം നമുക്കുള്ള, അതായത് കേരള സർക്കിളിലുള്ള സോൺ ഇതിനകത്തില്ല. അഹമ്മദാബാദ്, അജ്മീർ, ബാംഗ്ലൂർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ബിലാസ്പൂർ, ചണ്ഡീഗഡ്, ചെന്നൈ, ഗോരഖ്പൂർ, ഗുവാഹത്തി, കൊൽക്കത്ത, മുംബൈ, പാറ്റ്ന, പ്രയാഗ്രാജ്, റാഞ്ചി, സിക്കന്ദരാബാദ്. അതായത് നമ്മൾ NTPCക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ട്രിവാൻഡ്രം സോൺ ഉണ്ടായിരുന്നു അല്ലേ, തിരുവനന്തപുരം സോൺ ഉണ്ടായിരുന്നു. അതിലാണ് കുറെ പേരെങ്കിലും ഈ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഹോം സിക്നസ് ഉള്ളവർ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻസിൽ, പ്രത്യേകിച്ച് ഈ ഗേൾസ് കാൻഡിഡേറ്റ്സിന് അവർക്ക് അല്ലെങ്കിൽ വീടിന് അല്ലെങ്കിൽ ഫാമിലി ആയവർക്ക് മക്കളൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ട്രിവാൻഡ്രം സൈക്കിളായിരിക്കും നമ്മൾ NTPC ഒക്കെ അപ്ലൈ ചെയ്തപ്പോൾ അപ്ലൈ ചെയ്ത് കാണും. സോ ഇതിൽ പക്ഷേ നമുക്ക് ട്രിവാൻഡ്രം സൈക്കിൾ ഇല്ല. അതായത് ട്രിവാൻഡ്രം സോണിൽ എല്ലാം കൂടിയിട്ട് ഏത് സോണാണ്, ചെന്നൈ സോണിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസീസ് എല്ലാം. അപ്പോൾ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ എക്സാം എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായി ജോലി ആകുമ്പോൾ ചെന്നൈ സോണിലായിരിക്കും നമ്മുടെ സദേൺ റെയിൽവേയുടെ ചെന്നൈ സോണിലായിരിക്കും നമ്മുടെ പോസ്റ്റിംഗ് വരിക. അപ്പോൾ ഉടനെ എന്തായാലും കേരളത്തിൽ പോസ്റ്റിംഗ് കാണില്ല, ചെന്നൈ സോണിലായിരിക്കും പോസ്റ്റിംഗ്. ഒരു പക്ഷേ ചിലപ്പോൾ ബോർഡർ സൈഡിലൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം, എന്നിരുന്നാലും നാട്ടിലായിരിക്കും പോസ്റ്റിംഗ് വരിക. അപ്പോൾ ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കേരളത്തിലേക്ക് എന്ന് വരാം എന്ന് ചോദിച്ചാൽ 5 മുതൽ 7 വർഷം ഒരു ടൈം പീരീഡ് ഉണ്ട്. അതിനുശേഷം മാത്രമേ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ കേരളത്തിൽ പോസ്റ്റിംഗ് ഇല്ല എന്ന് കരുതിയിട്ട് ഗേൾസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാതെ ഇരിക്കരുത്. നമുക്കറിയാം ഒരു ജോലിയാണ് വേണ്ടത്, അത്യാവശ്യം വേണ്ടത് ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് പോസ്റ്റ് പ്രിഫറൻസ് നോക്കി നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്ന പോലെയുള്ള പോസ്റ്റ് വെക്കുക അല്ലേ. സ്റ്റഡി ടൈം ഒക്കെ കിട്ടുന്നില്ലേ, വർക്ക് ലോഡ് കുറവുള്ള പോസ്റ്റ് പ്രിഫറൻസിൽ അത് ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ കരിയറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അടുത്ത ജോലിക്കുള്ള പ്രിപ്പറേഷൻ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് ജോലി നേടിയെടുക്കാൻ. സോ കിട്ടുന്നവർ ആ ഒരു ഇത് കളയണ്ട. കേരള സോണിൽ ഇല്ലെങ്കിലും തമിഴ്നാട് അല്ലെങ്കിൽ ചെന്നൈ സോണിലാണ് പോസ്റ്റിംഗ് എങ്കിലും ഒന്നെങ്കിൽ 5 മുതൽ 7 വർഷം കഴിഞ്ഞ് നമുക്ക് വരാം, ട്രാൻസ്ഫർ വരാം. അല്ലെങ്കിൽ പോസ്റ്റ് പ്രിഫറൻസ് നോക്കിയിട്ട് വർക്ക് ലോഡ് കുറവുള്ള വർക്ക്ഷോപ്പ് പോസ്റ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അടുത്ത എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാം എഴുതിയെടുത്ത് ജോലി നേടിയിട്ട് ജോലിയോടെ തന്നെ അടുത്ത നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് എത്താനും സാധിക്കും. സോ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പോസ്റ്റിംഗ് കിട്ടണമെന്നല്ല, പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കി മാത്രം പോസ്റ്റ് പ്രിഫറൻസ് വെക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്തതിന് ശേഷം ഉള്ള പ്രിപ്പറേഷൻസ് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കൊണ്ടുപോകുക. എന്തായാലും ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത്, മിസ്സാക്കരുത്. അപ്പൊ ഇപ്പോൾ കറന്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി 3 മണിക്ക് ഗ്രൂപ്പ് ഡിയുടെ ഒരു പവർ സെഷൻ വെച്ചിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന ഗ്രൂപ്പ് ഡിക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പല ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ടീച്ചേഴ്സ് എത്തുന്നതായിരിക്കും. എല്ലാ ദിവസവും വൈകിട്ട് 3 മണിക്കായിരിക്കും നമ്മുടെ സെഷൻ. അപ്പോൾ സൺഡേസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസവും സെഷൻ ഉണ്ടായിരിക്കും. മറക്കാതെ ഇപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരും ഇനി മറ്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഉറപ്പായിട്ടും ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി ആണോ നിങ്ങളുടെ ലക്ഷ്യം? അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. ഗ്രൂപ്പ് ഡി RRB ഗ്രൂപ്പ് ഡിയുടെ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം. നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കേണ്ടല്ലേ പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട്. അപ്പൊ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന നമ്മുടെ PVQ ടെസ്റ്റുകളും PVQ ക്വസ്റ്റ്യൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് മാത്രമല്ല ലൈവ് ക്ലാസ്സസും ഉള്ള നമ്മുടെ സെഷന്റെ ബാച്ചിന്റെ അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.